ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഈ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചിട്ടാണ് ആ ഒരു സപ്ലൈ നടന്നത് എന്ന് നമ്മൾ എന്തറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ ചില പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ എക്സംപ്റ്റഡ് ആയിരിക്കും ചില ടെറിട്ടറീസ് ഒക്കെ. അപ്പോൾ അതായത് അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് സപ്ലൈ നടന്നതെന്നുണ്ടെങ്കിൽ ടാക്സ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലേസ് അറിയണമെന്ന് പറയുന്നത്. അതായത് എവിടെ വെച്ചിട്ടാണ് ആ ഒരു സപ്ലൈ നടന്നത് എന്നുള്ളത് അറിയണമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നോക്കാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടേം പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ ഡിറ്റർമൈൻ ദ റൈറ്റ് ടാക്സ് ടു ബി ചാർജ്ഡ് ഓൺ ദി ഇൻവോയ്സ്. GST is a destination-based tax. The goods or service will be taxed at the place where they are consumed and not at the origin. So the state where they are consumed will have the right to collect GST. This in turn makes the concept of place of supply crucial under GST, as all the provisions of GST revolves around it. അതായത് അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു GST എന്ന് പറയുമ്പോൾ ഒരു കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ്. അതായത് ഏത് സ്റ്റേറ്റാണോ അത് കൺസ്യൂം ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റിൽ വെച്ചിട്ടാണോ അത് കൺസ്യൂം ചെയ്യുന്നത്, അപ്പോൾ ആ സ്റ്റേറ്റിനായിരിക്കും അങ്ങനെ ആ ഒരു ടാക്സ് ലിവി ചെയ്യുന്നുണ്ട്. അതായത് അവർക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾ അറിയുന്നത്. ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അണ്ടർ GST ഡിഫൈൻസ് വെദർ ദി ട്രാൻസാക്ഷൻ വിൽ ബി കൗണ്ടഡ് ആസ് ഇൻട്രാസ്റ്റേറ്റ് ഓർ ഇൻ്റർസ്റ്റേറ്റ് ആൻഡ് അക്കോർഡിംഗ്ലി ലെവി ഓഫ് SGST, CGST ആൻഡ് IGST. അതായത് ഇൻട്രാസ്റ്റേറ്റ് ആണോ, ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണോ, അല്ലെങ്കിൽ SGST സപ്ലൈ ടാക്സ് ആണോ നമ്മൾ അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ CGST ടാക്സ് ആണോ അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ IGST ആണോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലേസ് ഓഫ് സപ്ലൈ എന്ത് ചെയ്യുന്നത്, നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് രണ്ടെണ്ണമാണുള്ളത്, ഗുഡ്സും സർവീസും. അപ്പോൾ അത് നമുക്ക് ഗുഡ്സിൻ്റെ കേസ് പറയാം. ഗുഡ്സിൻ്റെ കേസ് പറയുമ്പോൾ യൂഷ്വലി ഇൻ ദ കേസ് ഓഫ് ഗുഡ്സ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് വെർ ദി ഗുഡ്സ് ആർ ഡെലിവേർഡ്. സോ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഈസ് ദ പ്ലേസ് വെർ ദി ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ചേഞ്ചസ്. അതായത് ആ ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ആവുന്ന ആ ഒരു സ്ഥലം ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു പ്ലേസ്, അതിനെയാണ് സാധാരണ നമ്മൾ എന്തായിട്ട് ഒരു ഗുഡ്സിൻ്റെ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പേന തരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആ പേന തരുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് നിന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പേന തരുമ്പോൾ ആ പേന തരുന്ന ആ ഒരു സ്ഥലം, അതാണ് യൂഷ്വലി ഇൻ ദ കേസ് ഓഫ് ഗുഡ്സ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് വെർ ദി ഗുഡ്സ് ആർ ഡെലിവേർഡ്. ഗുഡ്സ് എവിടെയാണ് ഡെലിവർ ആവുന്നത് അവിടെ. So the place of supply of goods is the place where the ownership of goods changes. അതായത് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ആവുന്ന ഒരു ഏരിയ. ഓക്കെ, if there is no movement of goods, the place of supply in the location of goods at the time of delivery to the recipient. അതായത് ഗുഡ്സിന് അവിടെ മൂവ്മെൻ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് എവിടെയാണോ ഉള്ളത്, അതായത് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇൻ ദ കേസ് ഓഫ് സെയിൽസ് ഇൻ സൂപ്പർ മാർക്കറ്റ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ ദി സൂപ്പർ മാർക്കറ്റ് ഇറ്റ് സെൽഫ്. അതായത് സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അതാണ് അതിൻ്റെ എന്ത് പറയുന്നത്, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പറയുന്നത്. ഓക്കെ, മൂവ്മെൻറ്റ് ഇല്ലാത്ത ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ, മൂവ്മെൻറ്റ് ഉള്ള ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ആവുന്ന ആ ഒരു സ്ഥലം. അതെല്ലാം മൂവ്മെൻറ്റ് ഇല്ലാത്ത ഗുഡ്സ് ആണെന്നുണ്ടെങ്കിലോ അതെവിടെയാണോ ഉള്ളത് ആ ഒരു സ്ഥലം. ഓക്കെ, അതല്ല ഇനി place of supply in case of where goods are assembled and installed will be the location where the installation is done. അതായത് നമ്മളിപ്പോൾ ഒരു കാറ് നിർമ്മിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കാറ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പല ഐറ്റംസും നമുക്ക് പല സ്ഥലത്തുനിന്ന്, പല രാജ്യത്തുനിന്ന്, പല സ്റ്റേറ്റിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊണ്ടുവരേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട്. കാരണം പല സാധനങ്ങളും ഒരു കാർ നിർമ്മിക്കാൻ വേണം. അപ്പോൾ പല സാധനങ്ങളും പല സ്ഥലത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എങ്ങനെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് വെച്ചാൽ ഇത് എല്ലാം കൂടെ ഇവിടെ വെച്ചിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് അതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, എല്ലാം കൂടെ ഒന്നിക്കുന്ന ഒരു കാർ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം, അവിടെയാണ് നമ്മൾ അതിൻ്റെ ഒരു പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, place of supply in case of where goods that are assembled and installed will be the location where the installation is done. Okay, അതായത് ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട്, എ സപ്ലയർ ലൊക്കേറ്റഡ് ഇൻ ഡൽഹി. സപ്ലയർ ഡൽഹിയിലാണുള്ളത്. സപ്ലൈസ് മെഷീനറി ടു റെസിപ്പിയൻ്റ് ഇൻ ട്രിവാൻഡ്രത്തുള്ള റെസിപ്പിയൻറ്റിനാണ് ഇയാൾ ആ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ദ മെഷീനറി ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദി ഫാക്ടറി ഓഫ് ദി റെസിപ്പിയൻറ്റ് ഇൻ ദി ബാംഗ്ലൂർ വെച്ചിട്ടാണ്
എന്ത് ചെയ്യുന്ന ഒരു മെഷീനറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ബാംഗ്ലൂർ ആയിരിക്കും. കാരണം സപ്ലയർ ഉള്ളത് ഡൽഹിയിലാണ്, അതിൻ്റെ റെസിപ്പിയൻ്റ് ഉള്ളത് ട്രിവാൻഡ്രത്താണ്. ആ ഒരു മെഷീനറി അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ബാംഗ്ലൂർ വെച്ചിട്ടാണ്. സോ അതിൻ്റെ ആ ഒരു പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഓക്കെ, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, ഇനി പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ സർവീസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമാണുള്ളത്. മൂന്നെണ്ണമാണ് കേട്ടോ. ജനറലി ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഈസ് ദി ലൊക്കേഷൻ ഓഫ് ദി സർവീസ് റെസിപ്പിയൻറ്റ്. അതായത് സർവീസ് കിട്ടുന്ന ആ ഒരു സ്ഥലം ഉണ്ടായിരിക്കുമല്ലോ, അതാണ് നമ്മൾ സാധാരണയായിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് പറയുന്നത്. ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഈസ് ദി ലൊക്കേഷൻ ഓഫ് ദി സർവീസ് റെസിപ്പിയൻറ്റ്. ഇനി രണ്ടാമത് പറയുന്നതാണ്, ഇൻ കേസ് വേർ ദി സർവീസസ് ആർ പ്രൊവൈഡഡ് ടു ആൻ അൺരജിസ്റ്റേർഡ് ഡീലർ ആൻഡ് ദെയർ ലൊക്കേഷൻ ഈസ് നോട്ട് അവൈലബിൾ, ദി ലൊക്കേഷൻ ഓഫ് സർവീസ് പ്രൊവൈഡർ വിൽ ബി ദ പ്ലേസ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്. അതായത് ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലർക്കാണ് നമ്മൾ അങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ കേസിൽ ആരാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ ലൊക്കേഷനായിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. ഓക്കെ, സാധാരണ നമ്മൾ ആ ഒരു റെസിപ്പിയൻറ്റിൻ്റെ ലൊക്കേഷനാണ് എടുക്കുക, അതാണ് സാധാരണ എടുക്കൽ. പക്ഷേ ആ ഒരു റെസിപ്പിയൻറ്റ് അൺരജിസ്റ്റേർഡ് ഡീലർ ആണെങ്കിൽ ആരാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ ലൊക്കേഷൻ എടുക്കും. ഓക്കെ, അത് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ കേസ് പറയുന്നതാണ്, ഇൻ ദ കേസ് ഓഫ് സർവീസ് റിലേറ്റഡ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ദ ലൊക്കേഷൻ ഓഫ് ദി പ്രോപ്പർട്ടി ഈസ് ദി പ്ലേസ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്. അതായത് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ മുകളിലാണ് നമ്മൾ സർവീസ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ ഓണർ എവിടെയെങ്കിലും ആയിരിക്കും, അതിൻ്റെ സപ്ലയർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇരിക്കുന്ന വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, മൂന്നും വേറെ വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് നടന്ന് സപ്ലയർ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ, കാരണം എന്താ, അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ ഇരിക്കുന്നത് ആ പ്ലേസ് ആയിരിക്കും നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. In case of service related to immovable property, the location of the property is the place of provision of service. Example പറയുന്നുണ്ട്, Anil from Delhi provides interior design services to Mr. അജയ് മുംബൈയിലാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ എവിടെയുള്ളത്? ഡൽഹിയിലാണ്. പ്രോപ്പർട്ടി എവിടെയുള്ളത്? ഊട്ടിയിലാണ്. സോ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഊട്ടിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു പ്ലേസ് ഓഫ് സപ്ലൈയുടെ കേസിൽ പറയാനുള്ളത്. വളരെ നിസ്സാരമാണ് കേട്ടോ. നമുക്കിങ്ങനെ പ്രോബ്ലംസ് ഒന്നും വരില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ ലാസ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈയുടെ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ്, ഇത് നമ്മുടെ GST-യുമായിട്ട് ഏകദേശം ഏറെക്കുറെ സെയിം തന്നെയാണ്, കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് കൺസംഷൻ ബേസ്ഡ് ടാക്സ്. അതായത് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ പ്രൊവിഷൻ ഈസ് ദി GST ഈസ് എ കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണെന്നാണ് പറയുന്നത്. ദ ടാക്സ് ഈസ് പേയബിൾ ഇൻ ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ഗുഡ്സ് ഓർ സർവീസസ് ബോത്ത് ആർ കൺസ്യൂംഡ്. അതായത് ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഏത് സ്റ്റേറ്റിൽ വെച്ചിട്ടാണോ അത് കൺസ്യൂം ചെയ്യുന്നത് അവർക്കാണ് എന്ത് ചെയ്യേണ്ടത്, ആ സംസ്ഥാനത്തിലാണ് ടാക്സ് പേ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ സെക്കൻഡ് പോയിന്റ്, ഇഫ് ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസസ് ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ ദി സെയിം സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, CGST ആൻഡ് SGST ഓർ UTGST പേയബിൾ. അതായത് നമ്മുടെ സപ്ലയറുടെ ലൊക്കേഷനും ആ ഒരു സപ്ലൈ ചെയ്യുന്ന ആ ലൊക്കേഷനും എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരു സെയിം സ്റ്റേറ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് ഒന്നൊക്കെ CGST അല്ലെങ്കിൽ STAGST അല്ലെങ്കിൽ UTGST, സെൻട്രൽ GST, സ്റ്റേറ്റ് GST അല്ലെങ്കിൽ UTGST, യൂണിയൻ ടെറിട്ടറി GST. ഓക്കെ, പിന്നെ if location of supplier of services and place of സപ്ലൈ ആർ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, IGST is payable. അതായത് ഡിഫറെൻറ്റ് സ്റ്റേറ്റിലേക്കാണ് നമ്മൾ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ IGST ആണ് നമ്മളവിടെ പേ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ മൂന്നാമത് പറയുന്നതാണ് സപ്ലൈ ഓഫ് സർവീസസ് ടു ഓർ ബൈ a ZES developer or an ZES unit shall be deemed to be supply of services in the course of interstate trade or commerce. ലാസ്റ്റ് പറയുന്നതാണ് സപ്ലൈ ഓഫ് സർവീസസ് വെർ ദി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആൻഡ് ദി പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ ദി സെയിം പ്രൊവിഷൻ ഓഫ് സെയിം സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഷാൽ ബി ട്രീറ്റഡ് ആസ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ.
ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സോ എന്തെങ്കിലും ഈ ചാപ്റ്ററിൽ മനസ്സിലാവാത്തോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഏതെങ്കിലും മനസ്സിലാവാത്ത പോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.